കോയമ്പത്തൂരിലെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള GD മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എൻട്രി ചെയ്തിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ സ്റ്റെയറിംഗ് ഇങ്ങനെയാണ് തിരിക്കുന്നത്. തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ എൻജിൻ എവിടെയാണ്? എൻജിൻ്റെ പീസുകളാണ്. എൻജിൻ്റെ ഓരോ എൻ്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബറാണ് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധനമാണത് എന്നിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. എന്താ സാധനം? ഗിയർ മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗിയർ മാറ്റുമ്പോൾ നമ്മളെ വണ്ടിയിൽ സംഭവിക്കുന്ന പ്രോസസ്സാണ്. നമ്മുടെ ഇതിങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ ഗിയർ കാണിക്കുന്നു. അവിടെ ഗിയർ മാറ്റു. കാലത്തെ ഒരു ഫോർഡ് കാറാണ് നമ്മൾ കാണുന്നത്. ഫോർഡ് ടി റോഡ്സ്റ്റർ എന്ന് പറയുന്ന കാറ് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ഈ കാറ്. അന്നത്തെ കാലത്തെ പുലിയാണ്, അന്നത്തെ രാജാവായ ഫോണാണല്ലോ. ഓക്കെ നോക്കൂ, ഫോർഡ് ടി റോഡ്സ്റ്റർ. ഐസ് എന്താണ് ഇതിൻ്റെ എടുപ്പൊക്കെ നോക്കൂ. വോൾസ് വാഗൻ ബീറ്റിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്ക് എത്ര മനോഹരം. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ തന്നെയാണ് വലിയ വണ്ടി. ദിസ് ഈസ് സിട്രോസൻ 2V. വേറെ പൈസ നമ്മൾ കൊടുത്തില്ല എന്തായാലും. ഇത് ഫിയറ്റ് നോവ എന്ന് പറയുന്ന ഒരു കാലത്തെ മോഡലാണ്. ഇതെന്താണെന്നറിയോ? ഇത് മിസ്റ്റർ ബീൻ്റെ മിനി കൂപ്പറാണ്. എന്താ വണ്ടി! ആഹാ ഹാ. നോക്കട്ടെ, കാഡിലാക് സിവിലി അങ്ങനെ എവിടെയുള്ളത്? എൻ്റെ പടച്ചോനെ, ഇത് എന്തൊരു വണ്ടിയാണിത്! ഇതൊക്കെ ഒരു കാലത്തെ പുലികളാണ്, പുലികൾ. സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ 3rd ജനറേഷൻ. ശരിക്കും ഒരു ചാമ്പ്യൻ്റെ ലുക്ക് തന്നെ ഉണ്ട് കണ്ടിട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നമ്മൾ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ ഒരു കാലത്തെ ലക്ഷറി വണ്ടികളാണ്. അടിപൊളി വണ്ടി. ഓരോ കുട്ടികൾ തങ്ങളെ രക്ഷിതാക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹങ്ങൾ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ആ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കോയമ്പത്തൂരുള്ള ചേട്ടൻ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പൊന്നുപോലെ സൂക്ഷിച്ച വണ്ടി അവരെ കുട്ടികൾക്ക് അത് കളയാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും അത് ഈ മ്യൂസിയത്തിൽ കൊടുത്തതാണ്. ആ വണ്ടിയിൽ ആ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ജീവന് തുല്യം സ്നേഹിച്ചൊരു വണ്ടിയായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനെ വിറ്റ് കളയാനോ അത് എടുത്ത് കളയാനോ കുട്ടികൾക്ക് ചെയ്യാനോ അത് ഈ മ്യൂസിയത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനോ. ഇത് കാണുമ്പോൾ സുബ്രഹ്മണ്യേട്ടൻ ഈ വണ്ടി ഓടിച്ചു പോകുന്ന രംഗമാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു കാലത്ത് രാജാവിനെ പോലെ കോയമ്പത്തൂർ നഗരവീഥികളിലൂടെ നടന്ന് ആ സുബ്രഹ്മണ്യേട്ടൻ്റെ ജീവനോടൊരു നിമിഷം കണ്ടുപോയി. ഇതുപോലെ ഈ മ്യൂസിയത്തിൽ ഒരുപാട് ആൾക്കാർ കാറ് കൊടുത്തത് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഡൊണേറ്റ് ചെയ്താണോ ഒരു പൈസ കൊടുത്ത് വാങ്ങിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു വലിയൊരു കാര്യം തന്നെ. ഫോട്ടോ ഉണ്ട് അടിപൊളി. ഒക്കെ എന്താ വണ്ടി നോക്കാം. ഹായ് ഷെബർലോട്ട് ക്യാപിറ്റൽ MDC 108. എന്താ ഇപ്പോഴും മിനിങ്ങി നിൽക്കല്ലേ വണ്ടി. എന്താ കണ്ടോ, ഇതും ഇയാൾ കൊടുത്തതാണ് കണ്ടോ. ഈ ശങ്കർ വർമ്മ എന്ന് പറഞ്ഞ ആൾ കുറേ കാലം ഉപയോഗിച്ചൊരു വണ്ടിയാണ്. നമുക്ക് ആ മനുഷ്യൻ്റെയൊക്കെ പ്രായത്തിൽ, കൊച്ചു പ്രായത്തിൽ എങ്ങനെ ഉപയോഗിച്ചില്ല വണ്ടി. റാവു ഇയാൾ നല്ലതാണ്.
അടിപൊളി കൂട്ടാണ്. എന്താ കൊച്ചു വണ്ടി, കുട്ടികളെ കളിപ്പാട്ടം പോലത്തെ ലക്ഷറി വണ്ടി. ഫ്രണ്ട് അല്ലേ ഇത് ഓപ്പൺ ആക്കുന്നത്? ഫ്രണ്ട് ഓപ്പൺ ആക്കുന്ന ഡോറുകൾ. വേറെ മോഡൽ വോൾസ് വാഗൻ്റെ ഒരു വാനാണ്. ഇതിൻ്റെ പുതിയ പഴയ കാലത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു കാലത്ത് നമ്മളിന്ന് യൂബറും സൈബറൊക്കെ ഉള്ളതുപോലെ ടാക്സി ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ. പണ്ട് സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു കേട്ടോ. പണ്ട് സിനിമ നടന്മാർ സിനിമ ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന വണ്ടി. സ്റ്റുഡിയോ കോയമ്പത്തൂരിലെ പക്ഷിരാജ സ്റ്റുഡിയോ. ഒരു കാലത്തെ ഫയർഫോഴ്സ് വണ്ടിയാണ് കേട്ടോ. ലൈറ്റൊക്കെ അടിച്ചത് മണിതാ, ഫോണൊക്കെ അടിക്കുന്നത് വലിയ മണി. അങ്ങോട്ട് കോണി കയറ്റി വെക്കാനുള്ള സംവിധാനം ഗംഭീരം അല്ലേ. വ്യത്യസ്ത കളറിൽ മനോഹരമായി വെച്ചിരിക്കുന്ന ഓ മൈ ഗോഡ്, ഈ കാർ മ്യൂസിയം കണ്ടത് മുതലായി പിള്ളേർ, മുതലായി. ഇതെന്താണിത്? ഇതെന്താ? അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടെ കാർ ഡൊണേറ്റ് ചെയ്ത ഒരുപാട് മഹാന്മാരെ അവരെ ഫോട്ടോ ആണ് കാണുന്നത്. ഈ കാറുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ മനുഷ്യന്മാർ ഓർത്തു പോകുന്നു.